SKSSF എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 14 ഉപഘടകങ്ങളിൽ വിദ്യാർത്ഥി യുവജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന മഹല്ലുകളിൽ, യൂണിറ്റുകളിൽ അതിന്റെ ആദർശങ്ങൾ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഈ സംഘത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതിന്റെ ആദർശത്തെ ഉറക്കെ പറയുകയും പുതുതലമുറക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയനിലപാടുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധാരയിൽ പുതുതലമുറയെ ചേർത്തു നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ശ്രമകരമായ പ്രവർത്തനമാണ്. കഴിഞ്ഞ 35 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എല്ലാ ടേമുകളിലും SKSSF ഇതുപോലെയുള്ള വ്യത്യസ്തമായ ആദർശ ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. വ്യത്യസ്ത പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അത്രയും വന്നിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെയുള്ള ആരോപണങ്ങളെയും അതിന്റെ നയനിലപാടുകൾക്ക് വിരുദ്ധമായി വരുന്ന പ്രചാരണങ്ങളെയും സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നതിനും ആളുകൾക്ക് ആ വിഷയത്തിൽ ദിശാബോധം നൽകുന്നതിനും വേണ്ടി സംഘടന അതതുകാലത്ത് ആദർശ ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ കാലത്ത് നമ്മുടെ ഇമാമുമാരെ കുറിച്ച് ഇത്രയും മോശമായി സംസാരിച്ചപ്പോ പരമ്പരാഗതമായി 1921 ശേഷം കേരളക്കരയിലെ ഇസ്ലാമിക ഉമ്മത്തിന് അവരുടെ ഈമാനിന് കാവൽ നിൽക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹല്ലുകളെയും ആ മഹല്ലിനകത്തെ മുസ്ലിം സമുദായത്തെയും വളരെ കൃത്യമായി ദിശാബോധത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ആത്മീകമാകുന്ന വൈജ്ഞാനികമാകുന്ന വിദ്യാഭ്യാസങ്ങൾ പകർന്നു നൽകി അവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവരെ കൃത്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധാരയിൽ അടിയുറപ്പിച്ചു നിർത്തിയത് കൊണ്ടാണ് കേരളം ഇന്ന് റോൾ മോഡലായി നിൽക്കുന്നത്. കേരളത്തിനകത്ത് മാനവികമായ ഒരുമയുണ്ട്, ഇവിടെ സൗഹൃദാന്തരീക്ഷമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾ പാരസ്പര്യത്തോടുകൂടെ ജീവിക്കുന്നു, ഒരുമയോടുകൂടെ ജീവിക്കുന്നു. ഹൈന്ദവനും ക്രൈസ്തവനും അതുപോലെ തന്നെ മുസൽമാനും മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ തോളോട് തോൾ ചേർന്ന് അസഹിഷ്ണുതയില്ലാതെ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ പിന്നിലെ ചാലക ശക്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ കടമ അതതുകാലത്ത് നിർവഹിച്ചത് കൊണ്ടാണ്. ആ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി SKSSF ത്രൈമാസ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയായിരുന്നു. ഒക്ടോബർ 6-ാം തീയതി പെരിന്തൽമണ്ണയിൽ അഭിനന്ദനായ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 3 മുശാവറാംഗങ്ങൾ സീനിയർ ആയിട്ടുള്ള അഭിനന്ദനായ ഹൈദർ ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ അലി അസ്ഗർ ഫൈസി പട്ടിക്കാട്, അതുപോലെ തന്നെ ഡോക്ടർ CK അബ്ദുറഹ്മാൻ ഫൈസി ഉൾപ്പെടെ പ്രധാനികളായ 3 മുശാവറാംഗങ്ങളും പ്രഗത്ഭരായിട്ടുള്ള മറ്റു പ്രഭാഷകരും ആ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് തുടങ്ങി. അതിനുശേഷം സംഘടനയുടെ സംസ്ഥാന സാരഥികളെ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തി ഈ സംഘടനയുടെ ആദർശ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കൃത്യമായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. ഒരു 1 ഡേ ക്യാമ്പ്. ആ ക്യാമ്പിന് ശേഷം ജില്ലാ തലങ്ങളിൽ കൃത്യമായിട്ടുള്ള അതേ പ്രകാരമുള്ള മേഖലാ തലങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ സബ് കമ്മിറ്റികളുടെ ഭാരവാഹികളും മെമ്പർമാരും ഉൾക്കൊള്ളെ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായ ഏകദിന ക്യാമ്പ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മേഖലാ തലങ്ങളിൽ ആദർശ സമ്മേളനങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇവിടുത്തെ മുജാഹിദ് മൗദൂദി കൂട്ടുകെട്ടിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. അവർ വലിയ അസഹനീയമാകുന്ന സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. കാരണം അവരുടെ നയങ്ങളെ, അവരുടെ തെറ്റുകളെ, അവർ സമൂഹത്തിനിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങളെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു സമ്മേളനമായി, ഒരു ആദർശ ക്യാമ്പയിനായി ഇത് മാറുന്നു എന്നത് തന്നെയാണ് ഇത് സംബന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ നിലപാടുകളെയും അതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധാരയെയും സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഈ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് വന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു.
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ക്യാമ്പയിനിൽ ബഹുമാനപ്പെട്ട സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി അഭിമന്യരായ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. തെറ്റിദ്ധാരണകളില്ലാതെ സമൂഹത്തിന് ഇടയിൽ സംഘടനയെ വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർ ഇവിടുത്തെ ബിദ്അത്തിനെയും ഇവിടുത്തെ മൗദൂദിസത്തെയും ഇവിടുത്തെ അത്തരം ആളുകളുടെ വലയിൽപ്പെട്ടു പോകാതിരിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധാരയിൽ മുന്നോട്ടുള്ള നാളുകൾ വളരെ സന്തോഷത്തോടുകൂടെ ഗമിക്കാനും രാജ്യത്തിന്റെ നന്മക്കും ഐക്യത്തിനും ഒരുമിച്ച് മുന്നോട്ട് പോകാനുമുള്ള സാഹചര്യം ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.